അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹ്, മർഹൂം ഇ.കെ. ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ സുന്നത്ത് ജമാഅത്തിന്റെ അഗ്രഗണ്യന്മാരായ രണ്ട് നേതാക്കന്മാരാണ്. പൊതുജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്നത് എ.പി. ഇ.കെ. എന്നുള്ളതാണ്. ഇവരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. എ.പി. ഉസ്താദും ഇ.കെ. ഉസ്താദും അങ്ങേയറ്റത്തെ ബന്ധങ്ങളിലായിരുന്നു. അത് എ.പി. ഉസ്താദിന്റെ ആത്മകഥ എന്ന പുസ്തകത്തിൽ തന്നെ ഈ വിഷയം എ.പി. ഉസ്താദ് അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇ.കെ. ഉസ്താദുമായിട്ടുള്ള അങ്ങേയറ്റത്തെ ബന്ധങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ വിഷയം തന്നെയാണ് എ.പി. ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ട് വല്ലാത്ത സങ്കടപ്പെടുകയാണ്. കാരണം എ.പി. ഉസ്താദിനെ സമസ്തയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത് തന്നെ ശംസുൽ ഉലമയാണ്. അപ്പോ എ.പി. ഉസ്താദും ഇ.കെ. ഉസ്താദും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ആരോ നിഗൂഢമായി പ്രവർത്തിച്ചു എന്ന് എ.പി. ഉസ്താദ് അത് ഓർത്തുകൊണ്ട് കരയുകയാണ്. ആ നിഗൂഢ ശക്തി ഏതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഞാൻ പറയുന്നില്ല. ഇ.കെ. വിഭാഗത്തിൽപ്പെട്ട മുത്തേടം കാസിം ഉസ്താദ് തന്നെ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ കേട്ട് തീർമാനിക്കുക. എ.പി. ഉസ്താദ് വെറുതെ സങ്കടം പറഞ്ഞതല്ല, അല്ലെങ്കിൽ ആവലാതിപ്പെട്ടതല്ല. എ.പി. ഉസ്താദും ഇ.കെ. ഉസ്താദിന്റെയും ഇടയിൽ തെറ്റിക്കാൻ വേണ്ടി, സുന്നത്ത് ജമാഅത്തിനെ പിളർപ്പിക്കാൻ വേണ്ടി ഒരു ശക്തി പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു ശക്തി, നിഗൂഢ ശക്തി ഉണ്ടായിരുന്നു. അവരാണ് ഇത് തമ്മിൽ തെറ്റിച്ചത് എന്ന് ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇ.കെ. സമസ്തയുടെ പ്രഭാഷകനായ മുത്തേടം കാസിമി ഉസ്താദ് വളരെ സ്പഷ്ടമായത് വിശദീകരിക്കുന്നതാണ്. അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. പങ്കെടുത്തോനാ അന്ന് ഞാൻ നാട്ടിൽ ദർസിലോടുക 82 നാട്ടു ദർസ മൂത്തേടത്ത് അക്കാലത്ത് ഉണ്ടാവണ്. ആ 82 കോട്ടപ്പുറം സമാധം ഞാൻ പങ്കെടുത്തോനാ. അവസാനം അങ്ങോട്ട് വാഷളായി. പിന്നെ ബദരീങ്ങൾക്ക് റിയാസി മതി പറഞ്ഞാണ്ട പിരിഞ്ഞ് അതിന് ജനം വിടൂല. കാരണം എന്ത് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. ശിർക്കിന്റെ നിർവചനം എന്താന്ന് പറയാനാണ് കഴിഞ്ഞില്ല. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു. നീ പറയണ കുറച്ചുകൂടി ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അതിന് എനിക്ക് നിങ്ങളാരും പേടിയില്ല. ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്ക് അതാണ് പിടിച്ചില്ല. കാരണം വഹാബി തകരുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘം ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഉണ്ടാക്കിയത്. അതിലൊന്നും എഴുതപ്പുറങ്ങൾ വായിക്കരുത്. സത്യമാണല്ലോ. ഇപ്പൊ നമുക്ക് കുറച്ച് ആളുകൾക്ക് കച്ചവടം തീരാത്തതുകൊണ്ട് രാത്രി ആകുന്ന ഇഷ്ടമില്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ. പുതിയ പെണ്ണെട്ടിയ ആളുകൾക്ക് സുബയാകണ ഇഷ്ടം ഉണ്ടാവില്ല. സുബയായി എന്നുള്ള സത്യല്ലേ. സലാത്ത് കയറും വരണ്ടാവും എന്നാണ് എന്റെ ഒരു ചങ്ങായി പറഞ്ഞു. അപ്പോഴാണ് അപ്പളയും പുതിയൊന്നും പറഞ്ഞു. ഞങ്ങളിന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ. മറ്റാക്ക് ഞങ്ങളോട് സലാത്ത് കയറും വരണ്ടാവും എന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയാം. വഹാബികൾ തകർന്നത് രാഷ്ട്രീയക്കാർക്ക് സഹിച്ചില്ല. 982 ശേഷം അവർ കളി തുടങ്ങി. ആ കളിയിൽ 984-85 ആയപ്പോഴത്തേന് മാനായ ശൈഖുനാ ശംസുൽ ഉലമയും എ.പി. അബൂബക്കർ മുസ്ലിയാരെയും